ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2024 വേർഷൻ പ്രൊഫഷണൽ പ്ലസ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഡൗൺലോഡും ഇൻസ്റ്റാളേഷനാണ്. നിങ്ങൾക്ക് ലൈസൻസ് കൊടുത്താൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു മാസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അത് ആദ്യം തന്നെ എടുത്ത് പറയുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്രാക്ക് സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നോ ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നോ എന്നല്ല പറയാൻ പോകുന്നത്. അങ്ങനെ ക്രാക്ക് സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ 100% നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഇതിൽ ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് കീ ഇതുപോലെ ചോദിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് കീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഇതുപോലെ ആക്ടിവേഷൻ ഫെയിലിയർ കാണിക്കാം. ഇതും ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ അൺലൈസൻസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വാർണിംഗ് വരാം. ഇത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എക്സ്പയർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ലോഗിൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിക്കാം. സൈൻ ഇൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ ട്രയൽ പീരീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഈ ഇഷ്യൂസ് എല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ അൺലൈസൻസ്ഡ് വേർഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ക്രാക്കഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ജെനുവിൻ സോഫ്റ്റ്വെയർ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലാപ്ടോപ്പ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ PC വാങ്ങുന്ന സമയത്ത് അതിൽ വിൻഡോസ് ഓഫീസും ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. ഓഫീസ് അതിൽ ഉണ്ടാവുന്നത് 365 ആയിരിക്കും. അത് ട്രയൽ വേർഷൻ ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വിൻഡോസിലൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 30 days ഇല്ലെങ്കിൽ ഒരു 3 to 4 വീക്കിൻ്റെ ഉള്ളിൽ ആ ലൈസൻസ് എക്സ്പയർ ആവും. അതിനുശേഷം നിങ്ങളോട് 6800 ആ ഒരു റേഞ്ച് എമൗണ്ട് അടച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ ആരും അത് പർച്ചേസ് ചെയ്യാൻ നിൽക്കില്ല. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്നേരമാണ് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ ക്രാക്കഡ് ആപ്ലിക്കേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ക്രാക്കഡ് സോഫ്റ്റ്വെയർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 200-500 ഇൻസ്റ്റാളേഷനിൽ വരുമ്പോൾ ഈ 2024 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഒരു 600 രൂപ മുതൽ 1500 രൂപയിൽ ക്രാക്കഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ കെയർ സെൻറ്റർ ആയാലും അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കിയെന്ന് വരാം. ഓക്കെ, അത്രയും എമൗണ്ട് കൊടുത്ത് നമ്മൾ ക്രാക്കഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡാറ്റ സെക്യൂർഡ് അല്ല. നമ്മുടെ സോഫ്റ്റ്വെയർ ചിലപ്പോൾ ക്രാഷ് ആവാം, നമ്മുടെ വിൻഡോസ് ചിലപ്പം ക്രാഷ് ആവാം, നിങ്ങളെ ഡാറ്റ ചിലപ്പോൾ ലീക്ക് ആവാം. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് ഒരുപാട് പേർക്ക് സെല് ചെയ്തതാണ്. നമ്മളിപ്പോഴും നല്ല രീതിയിൽ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, നമ്മളെടുത്ത് ആ വക ഒരു പരിപാടിയുമില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജെനുവിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ കീ നമ്മളടുത്ത് അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ വേർഷൻസിൻ്റെ കീയും ഒഫീഷ്യലായിട്ടുള്ള വേർഷൻസിൻ്റെ എല്ലാ കീയും നമ്മളടുത്ത് അവൈലബിൾ ആണ്. 365ൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 365 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണും. വെറും 500 രൂപ മുതൽ നിങ്ങൾക്ക് ലൈസൻസ് കീ അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് 2024 LTSക്ക് ഏകദേശം പ്രൈസ് 2500 ആ ഒരു റേഞ്ച് എന്തായാലും വരും. നമ്മൾ പ്രൈസ് അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. മാക്സിമം ആ ഒരു റേറ്റിൽ ഒരു 2500 ഉള്ളിൽ നിങ്ങൾക്ക് ഒറിജിനൽ ലൈസൻസ് ലൈഫ് ടൈം ആയിട്ട്, ഇടയ്ക്ക് ലൈസൻസ് പോകുന്ന പരിപാടിയോ ഇല്ലെങ്കിൽ ക്രാഷ് ആകുന്ന പരിപാടിയോ ഒന്നുമില്ല. ഒറിജിനൽ ലേറ്റസ്റ്റ് ഇപ്പം നിലവിലില്ല. ഇന്നത്തെ ഡേറ്റ് വരുന്നത് 25 മെയ് 2026 ആണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് വരെയുള്ള എല്ലാ സാധനവും ഇന്ന് ഏതാണോ വേർഷൻ ഉള്ളത് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റ് ഡിസ്കണക്ട് ചെയ്യുകയോ പിന്നെ അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേഷൻ ചെയ്യാതിരിക്കും, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒഫീഷ്യൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. എപ്പോഴാണോ നിങ്ങൾക്ക് അപ്ഡേഷൻ വരുന്നത് നിങ്ങൾക്ക് നോർമലി അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു ക്രാക്കും അല്ല, ഒറിജിനൽ ലൈസൻസ് മൈക്രോസോഫ്റ്റിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആ ലൈസൻസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ഒരു വേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഷൻ തന്നെ ലൈസൻസ് വാങ്ങിച്ചു ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത്
എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാ 2 സൈറ്റിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ കൊടുക്കാം. ഇവിടെ നമ്മൾ വരുന്നു. ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ കോൺഫിഗറേഷൻ ഉണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് അടിക്കുന്നു. ഇവിടെ നമ്മൾ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം 32 ബിറ്റ് ആണോ 64 സെലക്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട വേർഷൻസ് നമ്മൾ ഇവിടെ ഓഫീസ് LTSC പ്രൊഫഷണൽ പ്ലസ് 2024 വോളിയം ലൈസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ കുറച്ച് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്. ഇപ്പം എനിക്കിപ്പം പവർ പോയിന്റും വേർഡും എക്സലും വേണ്ടുമെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. ലാംഗ്വേജിൽ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു. ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഓഫീസ് ഓപ്പൺ XML ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ ആക്സെപ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊരു കോൺഫിഗറേഷൻ ഫയൽ ഡൗൺലോഡ് ആകും. ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ ഈ കസ്റ്റമൈസേഷൻ ചെയ്ത പോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെറ്റപ്പ് ഫയലും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അത് രണ്ടാമത്തെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫയൽ ഡൗൺലോഡ് ആകും. ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഈ ഒരു EXE ഫയലാണ്, പിന്നെ ഈ ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. ഒന്നെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും അതിലേക്ക് മാറ്റുന്നു. ഒന്നെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് CMD ഫയൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് നമ്മൾ തന്നെ ഇത് ഈസിലി ആർക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു EXE ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർ എനിക്ക് കോൺടാക്ട് ചെയ്താലും മതി. നമ്മളെടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചോദിക്കും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നു. ഡൗൺലോഡ്സിൽ സേവ് ചെയ്യുന്നു. ഇപ്പം ആ ഒരു ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫയലാണ് ഇപ്പം ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഫയലാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വേർഷൻ, ഓൾഡ് വേർഷൻ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അത് അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ പുതിയ വേർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 365 ആണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. 2019 നമ്മൾ 24 ചെയ്യുന്നത്. വേറെ ഏത് വേർഷൻ ആയാലും നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം 2024 ഹോം ആൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഹോം വേർഷൻ ആയാലും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. ഏത് വേർഷനാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തത് ആ ഒരു വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈസൻസ് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. അത് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ സെർച്ച് ബാറിൽ കൺട്രോൾ പാനലിലേക്ക് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോരോ ഐക്കണായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ലാർജ് ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാറ്റഗറി വൈസ് ആക്കാം. ഇവിടെ പ്രോഗ്രാംസിൻ്റെ അടിയിൽ അൺഇൻസ്റ്റാൾ പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻസ് കാണിക്കും. ഇവിടെ സെർച്ചിൽ മൈക്രോസോഫ്റ്റ് അടിക്കാം. അപ്പോൾ എൻ്റെ ഇതിൽ മൈക്രോസോഫ്റ്റ് 365 ഉണ്ട് ഓൾറെഡി. നിങ്ങളിൽ ചിലപ്പോൾ 2019 ഉണ്ടാവാം, 2021 ഉണ്ടാവാം, 13 ഉണ്ടാവാം, 16 ഉണ്ടാവാം. അപ്പോൾ അത് ഏതെങ്കിലും വേർഷൻ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ എക്സലിൻ്റെ സബ്സ്ക്രിപ്ഷൻ വേർഷൻ തന്നെ ഉണ്ട്. ഞാൻ ലൈസൻസ്ഡ് വേർഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കാണിക്കാനായിട്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ കൊടുക്കുന്നു, യെസ് കൊടുക്കുന്നു. അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ അൺഇൻസ്റ്റാൾ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് റിലേറ്റഡ്, അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ പറയാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ഇപ്പം ഇവിടെ ഇംഗ്ലീഷ് US ആണ് ഉള്ളത്. ചിലപ്പം ഇംഗ്ലീഷ് UK ഉണ്ടാവാം, അതേപോലെ തന്നെ ഇംഗ്ലീഷ് അറബിക് ഉണ്ടാവാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് സൗദിയിൽ നിന്ന് UAE നിന്നെല്ലാം വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കൺട്രീൻ്റെ മൈക്രോസോഫ്റ്റ് 365 ഉണ്ടാവാം. അത് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് OneNote എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവാം, അതും അൺഇൻസ്റ്റാൾ ചെയ്യണം. അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2019 വേർഷൻ, 2013 വേർഷൻ, 2021 വേർഷൻ, 2016 വേർഷൻ,
2021 വേർഷൻ. ഇതെല്ലാം ഉണ്ടെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പറയുന്ന പ്രൊജക്റ്റോ അങ്ങനെ ഏതെങ്കിലും ക്രാക്കഡ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ആകുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.